അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫഊസികും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഈ ലോകത്ത് ഒരുപാട് മഹാരഥന്മാർ കടന്നുപോയിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ കീഴടക്കി തങ്ങളുടെ കാൽവരിയിലാക്കിയ ചക്രവർത്തിമാർ, ആയിരങ്ങളുടെയും ലക്ഷങ്ങളുടെയും മനസ്സുകളെ സ്വാധീനിക്കാൻ മാത്രം കെൽപ്പുള്ള തത്വശാസ്ത്ര ചിന്തകന്മാർ, പ്രത്യയശാസ്ത്രങ്ങളുടെ നായകന്മാർ ഒരുപാട് പേർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പും ശേഷവും കടന്നുപോയിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക, ഇവരുടെ ജീവിതം സൂക്ഷ്മവും വ്യവസ്ഥാപിതവുമായി എവിടെയെങ്കിലും രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാൻ സാധിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ ചിരിക്കുമ്പോൾ ഇടക്ക് ഈ മോണ കാണാറുണ്ടായിരുന്നു. എങ്ങനെ നോക്കി, എങ്ങനെയായിരുന്നു കുട്ടികളോട് പെരുമാറിയത്, എങ്ങനെയാണ് അനുയായികളോട്, എങ്ങനെയാണ് വൃദ്ധന്മാരോട്, സ്ത്രീകളോട് പെരുമാറിയിരുന്നത്, എങ്ങനെയാണ് സംസ്കാരശൂന്യരായ ബദവികളോട് പ്രവാചകൻ പെരുമാറിയിരുന്നത്, എങ്ങനെയാണ് പ്രവാചകൻ ഭരണകാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്, എങ്ങനെയായിരുന്നു പ്രവാചകൻ കിടപ്പറയിൽ പെരുമാറിയിരുന്നത്, എങ്ങനെയാണ് പ്രവാചകൻ കുളിച്ചത്, എങ്ങനെയാണ് വുളു എടുത്തത്, കുളിക്കുമ്പോൾ വലതുഭാഗത്തെ മുന്തിച്ചിരുന്നു, എങ്ങനെയാണ് ചെരുപ്പ് ധരിച്ചത്, എങ്ങനെയാണ് ചെരുപ്പ് കഴിച്ചു വെച്ചത്, എങ്ങനെയാണ് പള്ളിയിലേക്ക് കയറിയത്, എങ്ങനെയാണ് ബാത്റൂമിൽ കയറിയത്, എങ്ങനെയാണ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയത്, ഇനി ബാത്റൂമിൽ കയറിയാൽ ചൊല്ലേണ്ട ദിക്റുകൾ, ഇറങ്ങിയാൽ ചൊല്ലേണ്ട ദിക്റുകൾ, ബാത്റൂമിൽ കയറിയാൽ എങ്ങനെ ഇരിക്കണം, എങ്ങനെ മനോഹരിക്കണം, എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് അറിവുള്ള ആളുകളെ പഠിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് അറിവില്ലാത്ത അജ്ഞരെ പഠിപ്പിക്കേണ്ടത് തുടങ്ങി പ്രവാചകന്റെ ജീവിതത്തിലെ സൂക്ഷ്മവും നമുക്ക് പലപ്പോഴും നിസ്സാരമാണെന്ന് പോലും തോന്നിപ്പോകുന്ന, അതുപോലെ തന്നെ പ്രവാചകന്റെ ശരീരം, പ്രവാചകന്റെ മുടി എങ്ങനെയായിരുന്നു, പ്രവാചകന്റെ താടി, പ്രവാചകന്റെ കണ്ണ്, പ്രവാചകന്റെ ചുണ്ട്, പ്രവാചകന്റെ നെഞ്ച്, പ്രവാചകന്റെ നെഞ്ചിലെ രോമങ്ങൾ, പ്രവാചകന്റെ താടി രോമത്തിൽ എത്ര രോമങ്ങൾ നരച്ചിരുന്നു, പ്രവാചകന്റെ മരണസമയത്ത് പ്രവാചകന്റെ നെഞ്ചകങ്ങളിൽ എത്ര രോമങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തുടങ്ങി വളരെ സൂക്ഷ്മമായി ഇതുപോലെ ഉദ്ധരിക്കപ്പെട്ട, ഇതുപോലെ സഹാബികൾ കൂടെ നടന്ന് ഒപ്പിയെടുത്ത് തങ്ങളുടെ പിൻതലമുറക്കാർക്ക് പഠിപ്പിച്ചു കൊടുത്ത തരത്തിൽ ലോകത്തിലെ ഏത് നേതാവിന്റെ ജീവിതമാണ് സഹോദരങ്ങളെ ഇത്തരത്തിൽ ഇന്നും മുസ്ലിമീങ്ങൾ തങ്ങളുടെ കൈക്കുമ്പിളിൽ പ്രവാചകന്റെ ഹദീസ് സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. എന്തായിരിക്കും അതിന് കാരണം അതിന്റെ ഉത്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീൻ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി തന്നെ ഈ ഹദീസിന്റെ സംരക്ഷണവും അല്ലാഹു ഏറ്റെടുത്തതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളും എത്ര സൂക്ഷ്മമായ മേഖലയാണെങ്കിലും, എത്രത്തോളം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് തല ചൊറിയുമ്പോൾ പോലും നിങ്ങൾക്ക് പ്രവാചകൻ ഇങ്ങനെയാ ചൊറിഞ്ഞത് എന്നറിയെങ്കിൽ നിങ്ങൾ അങ്ങനെ ചൊറിയാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അത് നിർബന്ധമായിട്ടോ സുന്നത്തായിട്ടോ പറഞ്ഞതല്ല, അത്രത്തോളം പ്രവാചകനെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, പ്രവാചകൻ ഈ വഴി നടന്നു പോകുമ്പോൾ ഇവിടെ ഇരുന്നിരുന്നു, അതുകൊണ്ട് ഞാനും ഇവിടെ ഇരിക്കുന്നു. പണ്ട് ഇവിടെ ഒരു മരമുണ്ടായതുകൊണ്ട് പ്രവാചകൻ കുനിഞ്ഞു പോയിരുന്നു, അതുകൊണ്ട് അവിടെ ആ മരം ഇല്ലാതിരുന്ന സമയത്തും ഞാനിതാ കുനിയുന്നു എന്ന് പറഞ്ഞ്, അത് നിർബന്ധമായിട്ടോ സുന്നത്തായിട്ടോ ഒന്നുമല്ല, പക്ഷെ ആ പ്രവാചകന്റെ ജീവിതം പകർത്താനുള്ള ഒരു ആഗ്രഹമാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ 29,000 ഹദീസുകൾ ക്രോഡീകരിച്ച മുസ്നദിന്റെ രചയിതാവ്, അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഓരോ ഹദീസ് ഉദ്ധരിക്കുമ്പോഴും അതെന്റെ ജീവിതത്തിൽ അമലാക്കിയിട്ടല്ലാതെ ഞാനത് രേഖപ്പെടുത്തി വെച്ചിട്ടില്ല എന്നുള്ളതാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊമ്പ് ചികിത്സ നടത്തി അയാൾക്ക് കൂലി കൊടുത്തു എന്നൊരു ഹദീസ്, ഹിജാമ ചെയ്ത് അയാൾക്ക് കൂലി കൊടുത്തു എന്ന ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ഇമാം അഹ്മദ് റഹിമഹുല്ലാ ഹിജാമ ചെയ്ത് അയാൾക്ക് കൂലി കൊടുത്തു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനപ്പുറത്ത് തവാഫ് ചെയ്തു എന്നുള്ള ഹദീസ് പ്രാബല്യത്തിൽ വരുത്താൻ ഇമാം അഹ്മദ് റഹിമഹുല്ലാ അങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തിട്ടേ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഓരോ ഹദീസും ഉദ്ധരിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്.
അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏതൊരു കാര്യം ക്രമീകരിക്കുമ്പോഴും രഹസ്യവും പരസ്യവുമായ നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ വേഷവിധാനം, എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നതിന്റെ അളവുകോലായി നമ്മൾ വെക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമായിരിക്കണം എന്നുള്ളതാണ്. നമുക്കിടയിൽ വല്ല തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു പറഞ്ഞല്ലോ, ഫഇൻ തനാസഅതും ഫീ ശൈഇൻ, നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലാവുകയാണെങ്കിൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ മടക്കേണ്ടത് അള്ളാഹുവിലേക്കാണ്, അതായത് ഖുർആനിലേക്കാണ്, പിന്നെ അള്ളാഹുവിന്റെ റസൂലിലേക്കാണ്. റസൂലിന്റെ കാലഘട്ടത്തിലാണെങ്കിൽ റസൂലിനോട് പോയി ചോദിക്കുക. ഇനി റസൂലിന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിലോ റസൂലിന്റെ സുന്നത്തിലേക്ക്, ഹദീസിലേക്ക് മടക്കാനാണ് അള്ളാഹു പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ, എന്റെ ശേഷം ജീവിക്കുന്ന സമൂഹമേ, നിങ്ങൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. മതത്തിന്റെ കാര്യത്തിൽ ഒരുപാട് അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുക, വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, നേർമാർഗം സിദ്ധിച്ച ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കുക. അദ്ദു അലൈഹാ ബിൻ നവാജിദ്, അത് നിങ്ങൾ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുക എന്ന് പറയുന്നു. അപ്പോൾ നമുക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഖുർആനിലേക്ക് മടക്കുക, ഹദീസിലേക്ക് മടക്കുക, സ്വഹാബികളിലേക്ക് മടക്കുക. അവിടെ നമ്മൾക്ക് ഹക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ നമുക്കിടയിൽ ഇന്നൊരു തർക്കം, നബിദിനം ആഘോഷിക്കാൻ സാധിക്കുമോ ഇല്ലയോ? ഒരു തർക്കം. ചില ആളുകൾ പറയുന്നു ആഘോഷിക്കാൻ പറ്റുകയില്ല, കാരണം ഒരു പ്രത്യേക ദിവസം അങ്ങനെ തെരഞ്ഞെടുത്ത് പ്രവാചകന്റെ ജന്മദിനമായി, പ്രവാചകന്റെ ഇന്നാണ് ജനിച്ചത്, അതുകൊണ്ട് ഇന്ന് നമ്മൾ പാട്ടുപാടണം, ആഘോഷിക്കണം എന്നുള്ളത് പുണ്യകർമ്മമാണ് എന്ന് ഒരാളുകൾ പറയുന്നു. മറ്റാളുകൾ പറയുന്നു ഇല്ല, അങ്ങനെ ഒരു പുണ്യകർമ്മം ഇസ്ലാമിൽ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് പ്രവാചകൻ പഠിപ്പിച്ചു തന്ന പരിപ്രേക്ഷ്യത്തിലൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നാമതായി നബിദിനം കഴിക്കാത്ത ആളുകളുടെ ലിസ്റ്റ് ഒന്നെടുക്കാം. നബിദിനം ജീവിതത്തിൽ ഒരിക്കൽ പോലും കഴിക്കാത്ത ലിസ്റ്റ് ഒന്നെടുക്കാം. ഒന്നാമത്തെ ആൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ജനിച്ചിട്ട് 63 റബീഉൽ അവൽ കടന്നുപോയല്ലോ. പോട്ടെ, ഇസ്ലാം അദ്ദേഹം പ്രവാചകനായി നിയോഗിക്കപ്പെട്ടതിന് ശേഷം 23 റബീഉൽ അവൽ കടന്നുപോയല്ലോ. ഒരൊറ്റ റബീഉൽ അവലിൽ ഇന്ന് ഞാൻ ജനിച്ച ദിവസമാണ്, അതുകൊണ്ട് വാ നമുക്കൊന്ന് ആഘോഷിക്കാം, അല്ലെങ്കിൽ കുറച്ച് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തുവെങ്കിൽ അത് നമുക്ക് എടുക്കാമായിരുന്നു. കാരണം അതിലേക്ക് മടക്കാനാണല്ലോ അള്ളാഹു പറഞ്ഞത്. ഇനി വേണ്ട, പ്രവാചകൻ ചെയ്തതായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. നമുക്കടുത്ത പ്രവാചകൻ തന്നെ പറഞ്ഞ ഖുലഫാഉർ റാഷിദുകൾ എടുത്തു നോക്കാം. നബിദിനം കഴിക്കാത്തവരുടെ ലിസ്റ്റിൽ രണ്ടാമത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മൂന്നാമത് ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇവരുടെ ജീവിതത്തിൽ, അലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ പ്രവാചകന്റെ മരണശേഷം 40 റബീഉൽ അവൽ കടന്നുപോയി. ഒരൊറ്റ റബീഉൽ അവലിൽ ഇന്ന് പ്രവാചകന്റെ നബിദിനമാണ് എന്ന് പറഞ്ഞ് ഒരു കാരക്ക കഷ്ണം കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് ഏറ്റവും ആഡംബരമായിക്കൊണ്ട് തന്നെ നബിദിനം കഴിക്കാമായിരുന്നു. പോട്ടെ, സ്വഹാബികളും ചെയ്തില്ല. നമ്മളെല്ലാവരും പിൻപറ്റുന്ന 4 മദ്ഹബിന്റെ ഇമാമുകാരെ നോക്കാം. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല, ഇമാം അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇമാം മാലിക്, അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇമാം ഷാഫിഈ, അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ ഇമാം അബൂ ദാവൂദ്, ബുഖാരി, മുസ്ലിം റഹിമഹുമുല്ലാ, ഇവരാരും നബിദിനം കഴിച്ചവരുടെ ലിസ്റ്റിലല്ല, നബിദിനം കഴിക്കാത്ത ആളുകളുടെ ലിസ്റ്റിലാണ്. അത്തരത്തിൽ മുൻഗാമികളും പിൻഗാമികളുമായ മുഹദ്ദിസീങ്ങളും മുഫസ്സിരീങ്ങളുമായ ഉലമാക്കൾ അവരെല്ലാം നബിദിനം കഴിക്കാത്തവരുടെ ലിസ്റ്റിൽ നമ്മളിങ്ങനെ പേരെഴുതി പോവുകയാണ്. അത് കഴിഞ്ഞ് ഇന്നത്തെ കാലത്ത് ഇവരൊന്നും കഴിക്കാത്തതുകൊണ്ട് നബിദിനം കഴിക്കുകയില്ല എന്ന് പറയുന്ന സലഫികളായ ആളുകളും, ഇവരാണ് നബിദിനം കഴിക്കാത്ത ലിസ്റ്റിലുള്ളത്. ഇനി നബിദിനം കഴിച്ച ലിസ്റ്റ് ഒന്ന് നമുക്ക് ചരിത്രം വെച്ച് പരിശോധിച്ചു നോക്കാം. ഒന്നാമത് നബിദിനം കഴിച്ച വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ല. പോട്ടെ, സഹാബികൾ ആരെങ്കിലും? അതുമല്ല. അവരുടെ ശിഷ്യന്മാർ താബിഉകൾ അല്ല. തബഉ താബിഉകൾ അല്ല. പ്രവാചകൻ ഉത്തമ തലമുറ എന്ന് വിശേഷിപ്പിച്ച ആദ്യ 3 നൂറ്റാണ്ടിലെ ഏതെങ്കിലും ഒരു നല്ല മനുഷ്യൻ അല്ല. 300 വർഷങ്ങൾക്ക് ശേഷം ഹിർബൽ എന്ന പ്രദേശം ഭരിച്ച മുദഫർ എന്ന രാജാവാണ് ഒന്നാമതായി നബിദിനം കഴിച്ചത്. ആരാണ് മുദഫർ രാജാവ്? അയാൾ ഏത് വിഭാഗത്തിലെ ആളുകളാണ്? അയാൾ ഷിയാക്കളിൽപ്പെട്ട, ഫാത്തിമിയാക്കളിൽപ്പെട്ട ഒരു രാജാവായിരുന്നു. ആരാണ് ഷിയാക്കൾ? നമ്മൾ മനസ്സിലാക്കണം.
ഷിയാക്കൾ ആരാണ് എന്ന് നമ്മൾ ഗൗരവത്തിൽ ഏറ്റവും കുറഞ്ഞ അവസ്ഥയിലെങ്കിലും മനസ്സിലാക്കണം. ഷിയാക്കൾ എന്ന് പറയുന്നത് അബൂബക്കർ സിദ്ദീഖിനെയും ഉമർ ഇബ്നുൽ ഖത്താബിനെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാനെയും ശപിക്കുന്നത് ഇബാദത്തായി കാണുന്ന മനുഷ്യന്മാരാണ് ഷിയാക്കൾ എന്നുള്ളത്. ഇന്നും ഇറാനിൽ പോയി കഴിഞ്ഞാൽ ഷിയാക്കൾ അബൂബക്കർ സിദ്ദീഖിനെയും ഉമർ ഇബ്നുൽ ഖത്താബിനെയും നമസ്കാരത്തിൽ ലഅനത്ത് ചെയ്യുന്നത്, അവരെ ലഅനത്ത് ചെയ്തുകൊണ്ടുള്ള പോസ്റ്ററുകൾ ഇന്നും ഇറാനിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നും ഷിയ പണ്ഡിതന്മാരോട് അബൂബക്കർ സിദ്ദീഖിനെ സ്നേഹിക്കുന്നതിന്റെ, ഉമർ ഇബ്നുൽ ഖത്താബിനെ സ്നേഹിക്കുന്നതിന്റെ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയെ സ്നേഹിക്കുന്നതിന്റെ, അവരുടെ പേരിന്റെ കൂടെ റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലുന്നതിന്റെ വിധി എന്താണെന്ന് ചോദിച്ചാൽ ഷിയ പണ്ഡിതന്മാർ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ആയിഷ റളിയല്ലാഹു അൻഹ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇവരെല്ലാവരും കാഫിറുകളാണ്. നഊദു ബില്ലാഹ്. ഒരു മുസ്ലിമിന്റെ നാവ് കൊണ്ട് എങ്ങനെ പറയാൻ സാധിക്കും സഹോദരങ്ങളെ? ഇവരെ സ്നേഹിക്കുന്ന ആളുകൾ കാഫിറുകളാണ്, ഇവരുടെ കൂടെ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞവർ കാഫിറുകളാണ് എന്ന് പറയുന്ന ആളുകളാണ് ഇന്ന് ഇറാൻ ഭരിക്കുന്ന ഷിയാക്കൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇസ്ലാമിന്റെ ശത്രുക്കളാണ് അവർ, മുസ്ലിമീങ്ങളല്ല. ഈ വാദമുള്ള ഷിയാക്കളിൽ ഈ വാദമാണ് അവരുടെ അടിസ്ഥാനവാദങ്ങൾ. ഈ വാദമുള്ള ആളുകൾ മുസ്ലിമീങ്ങളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നബിദിനം കഴിച്ചതിൽ ഒന്നാമത്തെ ലിസ്റ്റിൽ ഷിയാക്കളിലെ രാജാവായ മുദഫർ രാജാവ്. സഹോദരങ്ങൾ, ഇത് വെറുതെ പറയുന്ന ഒന്നുമല്ല, ഇത് ഇവിടുന്ന് പറയുന്നതല്ല. ഇത് സമസ്തയിൽ നിങ്ങൾ പോയി ചോദിച്ചാലും അവരുടെ പണ്ഡിതന്മാർ നിഷേധിക്കുന്ന കാര്യമൊന്നുമല്ല. തഴവ, സമസ്തയിലെ പണ്ഡിതനായ തഴവ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ അൽ മവാഹിബുൽ ജലിയയിൽ എഴുതിയല്ലോ, മൗലിദ് കഴിക്കല് മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ, മലിക്കുൽ മുദഫർ ധീരനായൊരു രാജന, ഹിർബൽ ഭരിച്ചവനാണവൻ ധർമ്മിഷ്ഠന. എന്താണ് തഴവ പറയുന്നത്? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പതിവില്ലാത്തതാ, അബൂബക്കർ സിദ്ദീഖിന്, ഉമർ ഇബ്നുൽ ഖത്താബിന്, താബിഈകൾക്ക്, തബഉ താബിഈകൾക്ക്, ഇമാമിങ്ങളായ പണ്ഡിതന്മാർക്ക് പതിവില്ലാത്തതാ. ആരാ കൊണ്ടുവന്നത്? മലിക്കുൽ മുദഫർ ധീരനായ ഒരു രാജന, ഹിർബൽ ഭരിച്ച ഷിയയായ മലിക്കുൽ മുദഫറാണ് നബിദിനം കഴിച്ചൽ ഒന്നാമത്തെ ആൾ. പിന്നീട് ആ ഷിയാക്കളെ പിൻപറ്റി വന്ന അവരുടെ പിന്തലമുറക്കാർ, പിന്നീട് ഖബർ ആരാധനയും മറ്റുമായി പോകുന്ന സൂഫികളും അവരൊക്കെയാണ് നബിദിനം കഴിച്ചു പോന്നിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതിലേത് കൂട്ടത്തിൽ നിൽക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ, സ്വഹാബത്തിന്റെ കൂടെ നിൽക്കണോ, അതോ ഇത്തരത്തിൽ ഷിയാക്കളുടെയും സൂഫികളുടെയും കൂടെ നിൽക്കണോ എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുക. സഹോദരങ്ങൾ, അവസാനമായി നമ്മൾ ചെറിയ ബുദ്ധി കൊടുത്തൊന്ന് ആലോചിച്ചാൽ, ഈ മൗലിദ് കഴിക്കുക എന്നുള്ളത്, നബിദിനം കഴിക്കുക എന്നുള്ളത്, പെരുന്നാൾ കഴിക്കുക, നമുക്കറിയാം ഇസ്ലാമിലെ ആരാധനയാണ്, ആഘോഷമാണ്. 2 പെരുന്നാൾ കഴിക്കുക എന്നുള്ളത് ആർക്കും തർക്കമില്ല. പെരുന്നാൾ ഏത് ദിവസമാണ് എന്നതിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? ശവ്വാൽ 1 ചെറിയ പെരുന്നാളെന്നും ദുൽഹിജ്ജ 10 വലിയ പെരുന്നാളെന്നും ഇസ്ലാമിക ലോകത്ത് ഒരാൾക്കെങ്കിലും തർക്കമുണ്ടാകുമോ? ഒരാൾക്കും തർക്കമില്ല. കാരണം പ്രവാചകൻ പഠിപ്പിച്ച ആരാധനാ കർമ്മമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം ഒരു പ്രത്യേകതയുണ്ട് എങ്കിൽ, ആ ദിവസം വല്ല ആചാരങ്ങളും ഉണ്ട് എങ്കിൽ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർക്കിടയിൽ ആ ദിവസത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് റബീഉൽ അവൽ 12 എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. റബീഉൽ അവൽ 12 എന്നത് കേവലം ഒരഭിപ്രായം മാത്രമാണ്. റബീഉൽ അവലിന് തന്നെയല്ല ജനിച്ചത് എന്ന് പോലും പറഞ്ഞ ഇസ്ലാമിക പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ ഇസ്ലാമിൽ കാര്യപ്പെട്ട മുൻഗാമികളൊക്കെ ആചരിച്ചു പോകുന്ന ഒരു ആരാധനയാണ് ഈ നബിദിനം കഴിക്കുക എന്നുള്ളതെങ്കിൽ ആ ദിവസത്തെക്കുറിച്ച് തർക്കമുണ്ടാകുമോ? ആ ദിവസത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന കാര്യത്തിൽ കൃത്യമായി പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കാതിരിക്കുമോ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് ദീനിൽ പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. കേവലം നബിയെ പുകഴ്ത്തുക എന്നത് മാത്രമല്ലല്ലോ. ഇതൊരു പ്രത്യേക റബീഉൽ അവൽ വരുമ്പോൾ എല്ലാ റബീഉൽ അവലിനും നടത്തണമെന്നുള്ള ഒരു പ്രത്യേക പുണ്യം പ്രതീക്ഷിച്ച്, പ്രത്യേക സമയം കൊടുത്ത്, പ്രത്യേക ദിവസത്തിന് പ്രവാചകൻ പഠിപ്പിക്കാത്ത പുണ്യം കൽപ്പിച്ചിട്ടല്ലേ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ബിദ്അത്താണ് എന്നും ഇത് വഴികേടാണ് എന്നും ഇത് നരകത്തിലേക്കുള്ള വഴിയാണ് എന്ന് പറയുന്നതിൽ ആരും ഭയപ്പെടേണ്ടതില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, പുതുതായി കൂട്ടിച്ചേർത്ത എല്ലാ കാര്യങ്ങളും അത് എത്ര നല്ലതാണെന്ന് പറഞ്ഞിട്ടും അതിലെത്ര റസൂലിനെ പുകഴ്ത്തലോ നമസ്കാരമോ സ്വലാത്തോ എന്തുണ്ടെങ്കിലും അതെല്ലാം വഴികേടാണ്, എല്ലാം നരകത്തിലേക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, ബിദ്അത്ത് ചെയ്യുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ തിന്മ ചെയ്യുന്നതിനേക്കാൾ പിശാചിനിഷ്ടം. ബിദ്അത്ത് ചെയ്യുമ്പോൾ
അയാൾ അത് നല്ല കാര്യമാണെന്ന് കരുതി കൊണ്ടു നടക്കും. പക്ഷെ അതിന് അയാൾക്ക് കുറ്റമാണ് ലഭിക്കുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, ഈ ദീനിൽ ഇല്ലാത്തത് കൂട്ടിച്ചേർത്താൽ അത് തള്ളപ്പെടേണ്ടതാണ്, ബിദ്അത്താണ്, വഴികേടാണ്. എന്നാൽ ഒരു തിന്മ ചെയ്യുന്ന ആൾ ഇത് തിന്മയാണ് എന്ന് മനസ്സിലാക്കി, അള്ളാഹുവിന് ഇഷ്ടമില്ലല്ലോ എന്ന് മനസ്സിലാക്കി തൗബ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ ബിദ്അത്ത് ചെയ്യുന്നയാൾ അങ്ങനെ ചെയ്യുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഉലമാക്കൾ അത്രത്തോളം, പണ്ഡിതന്മാർ, മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ അത്രത്തോളം ഗൗരവത്തിലാണ് ബിദ്അത്തുകളെ കണ്ടത്. അതുകൊണ്ട് ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാനോ നടത്താനോ അതിൽ സഹകരിക്കാനോ ഒരു മുസ്ലിം എന്ന നിലയിൽ, സുന്നത്തിനെ, ഹദീസിനെ ജീവിതത്തിൽ പകർത്തുന്ന ഒരു മുസ്ലിം എന്ന നിലയിൽ നമുക്ക് സാധിക്കുകയില്ല. ഹദീസിനോടുള്ള സ്നേഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, ആ ഹദീസ്, ആ സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ ശരീരത്തിലൂടെയും ജീവിതത്തിലൂടെയും നമ്മുടെ വേഷവിധാനങ്ങളിലൂടെയും പകർത്തിക്കൊണ്ടാണ് ആ പ്രവാചകനോടുള്ള സ്നേഹം നമ്മൾ കാണിക്കേണ്ടത്. അത്തരത്തിൽ യഥാർത്ഥ പ്രവാചക സ്നേഹികളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അവരെയും മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المستضعفين في فلسطين. اللهم أصلح أحوال المسلمين في كل مكان. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين وصلى الله على نبينا محمد.